നമസ്കാരം. ആദർശശുദ്ധി കൈവിടാതെ പ്രവർത്തിച്ചിരുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ ആ പദവിയിലേക്ക് പിണറായി വിജയനെ നോമിനേറ്റ് ചെയ്തത് ആദർശധീരനായ VS അച്യുതാനന്ദനായിരുന്നു. ആദർശശുദ്ധി ഉണ്ടായിരുന്നെങ്കിലും മറ്റു പല നേതാക്കളെക്കാൾ പിടിവാശിക്കാരനും താൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പുണ്ട് എന്ന് വാശി പിടിക്കുന്ന ആളുമായിരുന്നു VS അച്യുതാനന്ദൻ. അതുകൊണ്ടാണ് തൻ്റെ വിശ്വസ്തനായ പിണറായിയെ പാർട്ടി സെക്രട്ടറിയാക്കാൻ VS അച്യുതാനന്ദൻ മുൻകൈയെടുത്തത്. എന്നാൽ ആ പദവിയിൽ എത്തിയ ശേഷം അധികാരത്തിൽ പിടിമുറുക്കാൻ VS അച്യുതാനന്ദനെ വെട്ടിവീഴ്ത്തുന്ന പിണറായി വിജയനെയാണ് നമ്മൾ കണ്ടത്. തൻ്റെ മുൻപിൽ തടസ്സമായി നിൽക്കുന്ന സകലരെയും വെട്ടിവീഴ്ത്തി പിണറായി പാർട്ടി സെക്രട്ടറി പദവിയിൽ തുടരുക മാത്രമല്ല 2 തവണ തുടർച്ചയായി മുഖ്യമന്ത്രിയായി റെക്കോർഡിട്ട് അത് 3-ാം തവണയായി എക്സ്റ്റെൻഡ് ചെയ്യാൻ വയ്യാത്ത ശരീരവും വെച്ചുകൊണ്ട് വീണ്ടും മത്സരിക്കുകയാണ്. എന്നാൽ പിണറായിസം തൊലഞ്ഞേ മതിയാവൂ എന്ന് വാശിയുള്ള ആദർശശുദ്ധിയുള്ള നേതാക്കളിൽ പലരും രംഗത്ത് വന്നു തുടങ്ങി. അക്കൂട്ടത്തിൽ CPMനേറ്റ ഏറ്റവും വലിയ ആഘാതമാണ് G. സുധാകരൻ എന്ന ആലപ്പുഴയിലെ ആദർശശുദ്ധിയുള്ള നേതാവിൻ്റെ പാർട്ടിയുടെ പുറത്തേക്കുള്ള പോക്ക്. താൻ പാർട്ടിയുമായുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. ആരുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി താൻ അമ്പലപ്പുഴയിൽ മത്സരിക്കും. താൻ പാർട്ടിക്ക് എതിരല്ല, പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, പാർട്ടിയെ ശരിയാക്കിയെടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ മത്സരം എന്ന് പറഞ്ഞാണ് സുധാകരൻ പത്രസമ്മേളനം നടത്തി പുറത്തിറങ്ങിയത്. ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കിയില്ല. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രനായി ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം അറിയില്ല. അങ്ങനെ പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല, ഒരാളെയും വ്യക്തിഗത ചെയ്യില്ല. എന്നെ വ്യക്തിഗത ചെയ്താൽ അവരെ ജനങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിക്കോളൂ. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. ഞാൻ കേട്ടോ വേറെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഈ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോവില്ല. ഞാൻ ഇലക്ഷൻ കൺവെൻഷൻ നടത്തുന്നില്ല, പഞ്ചായത്ത് കൺവെൻഷൻ ഇല്ല, ഒന്നുമില്ല. ചോര് പോലും ഞാൻ ആരെ കൊണ്ട് എഴുതിക്കുന്നില്ല. കാരണം എൻ്റെ നയത്തിന് വിപരീതമായി ചോര് എഴുതാൻ പറ്റത്തില്ല. ആരെങ്കിലും G. സുധാകരനെ വിജയിപ്പിക്കാൻ എഴുതുകയാണ് എനിക്ക് അഭിപ്രായത്തില്ല, അതിനില്ല. അവസാന നിമിഷം വരെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച പിണറായി ഗതികെട്ട് ഒടുവിൽ സുധാകരനെ വിളിച്ച് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ആ ഒത്തുതീർപ്പ് ശ്രമമൊക്കെ തള്ളിക്കൊണ്ടാണ് സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നതും അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതും. ഇത് പിണറായി വിജയൻ്റെ 3-ാം അധികാരമോഹത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. TP ചന്ദ്രശേഖരൻ പിണറായിക്കെതിരെ പടപൊരുതി പാർട്ടിക്ക് പുറത്തേക്ക് വന്നതും TPയെ വെട്ടിക്കൊന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതിനേക്കാൾ ശക്തമായ ജനകീയ രോക്ഷം സുധാകരനിലൂടെ സംഭവിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സുധാകരനെ പോലെ CPMൽ ആദർശശുദ്ധിയുള്ള നേതാക്കൾ മിക്കവരും പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെതിരാണ്. 2 തവണ പൂർത്തിയാകുമ്പോഴെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയ പിണറായി പാർട്ടിയുടെ മേൽ പിടിമുറുക്കി വീണ്ടും മത്സര രംഗത്തെത്തിയതോടെ അസ്വസ്ഥരായ ഓരോരുത്തരായി രംഗത്ത് വന്നു തുടങ്ങി. സുധാകരൻ ഒറ്റയ്ക്കല്ലെന്നും പാർട്ടിയിലെ പല നേതാക്കളും സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്നും തന്നെയാണ് റിപ്പോർട്ടുകൾ. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയാം. പാർട്ടിയുടെ അന്യം നിന്നു പോകുന്ന ആദർശം നെഞ്ചിലേറ്റുന്നവരൊക്കെ സുധാകരന് വോട്ട് ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും. മധുസൂദനൻ എന്ന പയ്യന്നൂർ MLAക്കെതിരെ ശബ്ദമുയർത്തി രംഗത്ത് വന്ന കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെ കൂടിയ ഓർമ്മപ്പെടുത്തലാണ് വാസ്തവത്തിൽ സുധാകരൻ നടത്തുന്നത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലും ആലപ്പുഴയിലും ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ ആദർശം നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ CPMൻ്റെ അകത്ത് നടക്കുന്ന വലിയൊരു ആഭ്യന്തര വിപ്ലവത്തിൻ്റെ സൂചനയായി മാറുന്നു ഇത്. ആദർശശുദ്ധിയുള്ള ആർക്കും CPMൽ തുടരാൻ കഴിയില്ല എന്ന സാഹചര്യം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തൽക്കാലം കോൺഗ്രസ് പാർട്ടിയിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ ചേരാൻ ആഗ്രഹമില്ലെന്നും ആര് പിന്തുണ നൽകിയാലും തനിക്ക് കുഴപ്പമില്ല, ആരുടെയും പിന്തുണ താൻ പ്രതീക്ഷിക്കുന്നില്ല
ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കും എന്നാണ് സുധാകരൻ പറയുന്നത്. സുധാകരൻ മത്സരിച്ച് ജയിച്ചാൽ CPM-ന് അധികാരം നഷ്ടപ്പെട്ടാലും അത് പുതിയൊരു ഉണർവിനും ഉയർത്തെഴുന്നേൽപ്പിനും കാരണമായി മാറും. പാർട്ടിയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ സുധാകരനും കുഞ്ഞികൃഷ്ണനും അടക്കം പിണറായിക്കെതിരെ പോരാടുന്നവരോടൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് CPM-ന്റെ ഉയർത്തെഴുന്നേൽപ്പിനും പിണറായിയുടെ പതനത്തിനും കാരണമായി മാറും. എന്നാൽ കേരളത്തിലെ അതിശക്തമായ രാഷ്ട്രീയ മുന്നണി സംവിധാനത്തിൽ എത്ര ശക്തനാണെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം കൈവരിക്കാൻ കഴിയില്ലെന്ന് KR ഗൗരിയമ്മയും MV രാഘവനും വരെ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇപ്പോൾ UDF-ന്റെ ഭാഗമായി മത്സരിക്കാതെ ഒറ്റയ്ക്ക് പോരാടാൻ ഇറങ്ങിയാൽ അതിന് നേട്ടം UDF-നാകും. സുധാകരൻ ആരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ UDF-ന് സുധാകരനെ പിന്തുണയ്ക്കേണ്ട ബാധ്യതയുമില്ല. വാസ്തവത്തിൽ CPM-ലെ മുതിർന്ന നേതാക്കൾ പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് അവസരം മുതലെടുക്കാൻ അവരെ സ്വതന്ത്രരായി വിടുക എന്നതാണ്. PK ശശിയെപ്പോലെ പെണ്ണുകേസിലും അഹങ്കാരത്തിലും പേരുകെട്ട ഒരാളെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ആക്കുന്നതിന് പകരം ഷൊർണൂറിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ PK ശശി കൂടി മത്സരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വിജയം ഉറപ്പിക്കാമായിരുന്നു എന്ന് പോലും ആരും കരുതുന്നില്ല. ആലപ്പുഴയിലും ഇത് സംഭവിക്കും. സുധാകരൻ ഇനി പിന്നോട്ട് പോക്ക് പ്രയാസമാണ്. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിർഭാഗ്യവാനും നല്ലവനുമായ നേതാവ് M ലിജുവിൻ്റെ ജാതകം തെളിയുന്നതിന് കാരണമാകും. പിണറായി തരംഗത്തിനിടയിലും കഴിഞ്ഞ തവണ ലിജു അമ്പലപ്പുഴയിൽ തോൽക്കുന്നത് 11,000 വോട്ടുകൾക്കായിരുന്നു. സുധാകരന് സീറ്റ് നിഷേധിച്ചതുകൊണ്ട് സുധാകരൻ കാലുവാരി എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. 2016-ൽ 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സുധാകരൻ ജയിച്ചതാണെന്ന് ഓർക്കണം. ആത്മവിശ്വാസമാണ് സുധാകരനെ ഫീൽഡിൽ ഇറക്കുന്നതെങ്കിൽ കോളടിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും. സ്വതന്ത്രൻ എന്ന നിലയിൽ PV അൻവറിന് പോലും 19,000 വോട്ടിൽ നിർത്തേണ്ടി വന്നു എന്നത് സുധാകരനും ബാധകമാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച് 20,000 വോട്ടിൽ കൂടുതൽ പിടിക്കാൻ ഒരു സുധാകരനും സാധിക്കില്ല കേരളത്തിലെ പ്രത്യേകതരം രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നതാണ് വാസ്തവം. എന്നാൽ സുധാകരൻ മത്സരിച്ചാൽ CPM-ന്റെ വലിയൊരു വോട്ട് ചോർന്നു പോവുകയും അത് ലിജുവിൻ്റെ വിജയത്തിന് കാരണമാവുകയും ചെയ്യും. അമ്പലപ്പുഴയിൽ സുധാകരൻ ഇറങ്ങിയതോടെ ലഡു പൊട്ടിയത് കോൺഗ്രസ് പാർട്ടിക്കാണ്. സീറ്റ് കൊടുക്കുകയും വേണ്ട, മത്സരം കനക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കുകയും ചെയ്യാം എന്ന സാഹചര്യം. എന്തായാലും CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിവേര് ചീഞ്ഞ് ആ വൻമരം മറിഞ്ഞു വീഴാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. സുധാകരൻ ആ അടിവേര് തന്നെയാണ് മാന്തി തീയിട്ടിരിക്കുന്നത്. പണ്ട് കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്ത് തുടങ്ങിയ ആ വിപ്ലവം ഇപ്പോൾ ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു. പിണറായി വിജയനും CPI-യും സർവനാശത്തിലേക്ക് നീങ്ങുന്നു എന്നതിന് സൂചനയെ മാറുകയാണ് ഈ സുധാകര വിപ്ലവം.